പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മുന്നിൽ നോട്ടം തരാൻ നിൽക്കുന്നവളെ ഉറ്റുനോക്കിയ ഹർഷൻ. മൂക്കും കണ്ണും കവിളുമൊക്കെ ചുവന്നിട്ടുണ്ട് വേണിയുടെ. മുടിയെല്ലാം അഴിഞ്ഞൊളിഞ്ഞ സങ്കടം കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്ന കണ്ണുകൾ. ഹർഷൻ ഒരു നിശ്വാസത്തോടെ അരികിൽ നിൽക്കുന്നവളെ തന്നിലേക്ക് പിടിച്ചടുപ്പിച്ചു. വേണി അത് ആഗ്രഹിച്ച പോലെ തന്നെ അനുസരണയോട് അവനിലേക്ക് ചേർന്ന് നിന്നു. സങ്കടം എൻ്റെ കുട്ടിക്ക്? ഹർഷൻ അവിടെ തലമുടി ഒതുക്കി തലോടിക്കൊണ്ട് ചോദിച്ചു. വേണിക്ക് കണ്ണുകൾ നിറഞ്ഞു വന്നു. സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ആ ചോദ്യം കേട്ടപ്പോൾ അവൾ തല ഉയർത്തി നിറകണ്ണുകളോട് അവനെ നോക്കി. സാറില്ല, പോട്ടെ, ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അവൻ ആ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഹർഷൻ ചേട്ടന് പ്രശ്നമുണ്ടോ? ഞാൻ രണ്ടാം കെട്ടായത്. അവനോട് ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ പോലും ഉള്ളിൽ തിളച്ചു മറിയുന്ന അനാവശ്യ സംശയങ്ങൾ കൊണ്ടും സങ്കടം കൊണ്ടും അവളിൽ നിന്ന് അങ്ങനെ ചോദ്യം പുറത്തേക്ക് വരിക തന്നെ ചെയ്തു. ഹർഷൻ കുറച്ചു നേരം മുമ്പ് ഉപേക്ഷിച്ച കൂർത്ത നോട്ടമെടുത്തിട്ടു വേണി മുഖമൊന്ന് വെട്ടിച്ചു. അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതിക്കേണ്ട ആവശ്യമുണ്ടോ വേണി? അതോ എല്ലാവരും തമാശയായിട്ടാണ് ഞാൻ കാണുന്നതെന്നോ അല്ലെങ്കിൽ തന്നെ പറ്റിക്കാൻ വേണ്ടിയാണെന്നോ കരുതുന്നുണ്ടോ താൻ? അവൻ മുഖം തനിക്ക് നേരെ തന്നെ തിരിച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെയൊന്നും തോന്നിയിട്ടല്ല, പക്ഷെ ആൻറ്റി പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഹർഷൻ ചേട്ടൻ ഒട്ടും ചേരാത്ത പോലെ തോന്നുക. വേണിക്കത് പറയേ പിന്നെയും സങ്കടം വന്ന് ശബ്ദം വിറച്ചു. അത് ആൻറ്റിയുടെ പെർസ്പെക്റ്റീവല്ലേ, അവർ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് ചിലപ്പോൾ പറ്റിയെന്നും ഇല്ല. വേണമെങ്കിൽ ജീവിച്ച് തെളിയിച്ചു കൊടുക്കാം, ആവശ്യമെങ്കിൽ മാത്രം. ആളുകൾ പലതും പറയും വേണി, ചിലപ്പോൾ ഇനിയും പറയാം. അതൊന്നും വിലക്കെടുക്കേണ്ട. പിന്നെ കൂടുതൽ പറയാനോ വിഷമിപ്പിക്കുകയോ ചെയ്താൽ നമുക്കൊരു സ്റ്റേഷൻ കൊണ്ടുപോയി ഒരു പാഠം പഠിപ്പിക്കാം. ഹർഷൻ കാര്യമായും കളിയായും പറഞ്ഞു. വേണിയുടെ നെറ്റിയിലൊരു മുത്തം കൊടുക്കുകയും ചെയ്തു. എനിക്ക് ഈ വേണി മാത്രമല്ലേ ചേരൂ. ഈ വേണിക്ക് മാത്രമല്ലേ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയൂ. വേണിക്ക് വർഷം മാത്രമേ ചേരൂ. വർഷം മാത്രം ചേർന്നാൽ മതി. അവനുള്ളിലെ സ്നേഹം മുഴുവൻ എടുത്തുകൊണ്ട് പറഞ്ഞു. വേണിക്ക് അതുവരെ ഉണ്ടായിരുന്ന സങ്കടമൊക്കെ പോയ പോലെ തോന്നി. മുമ്പിൽ നിൽക്കുന്നവനോട് ഒരുപാട് സ്നേഹം തോന്നുന്നു. വരിഞ്ഞു മുറിക്കാതെ പ്രകടമാക്കാനും തോന്നിയവൾക്ക് അവൾ ഹർഷനെ ഇരുകയ്യാനും ചുറ്റി വരിഞ്ഞു നെഞ്ചിലേക്ക് മുഖം അമർത്തി. അവന്റെ ഗന്ധം ആവോളം ശ്വസിച്ചു. ഹർഷനെ അവൾ തന്നിലേക്ക് അമർത്തി മൂർത്താവിൽ ചുണ്ടുകൾ കൊണ്ട് അമർത്തിക്കൊണ്ടിരുന്നു. എന്റെ സന്ധ്യ, ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനുണ്ടോ കരുതുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹർഷനുള്ളപ്പോൾ മാത്രമേ കല്യാണക്കാര്യം പറയായിരുന്നുള്ളൂ. രാധിക വീട്ടിൽ നടന്നൊക്കെ കൃത്യമായി സന്ധ്യയോട് പറഞ്ഞ് മനോവിഷമത്തോടെ അവരെ നോക്കി. പക്ഷേ അപ്പോഴും സന്ധ്യ തൃപ്തിയായിരുന്നില്ല. അല്ല, ഇനിയിപ്പോൾ അവർക്കൊക്കെ ഇത്ര എതിർപ്പുള്ള സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അവര്? കല്യാണം നടത്താതിരിക്കാൻ ശ്രമിക്കില്ലേ? സന്ധ്യ ഉള്ളിലെ ഭയവും സംശയവും തുറന്നു ചോദിച്ചു. അതിന് അവരല്ലല്ലോ കല്യാണം കഴിക്കുന്നത്, നമ്മുടെ കുട്ടികളല്ലേ. അവർക്ക് രണ്ടാക്കും സമ്മതമാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ എതിർപ്പും സമ്മതവും ആരും നോക്കുന്നു? എനിക്ക് എൻ്റെ മോൻ്റെ ഇഷ്ടവും സന്തോഷമാണ് പ്രധാനം. അതിനപ്പുറത്തേക്ക് ആരുടെ താല്പര്യവും ഞാൻ മുഖവിലേക്ക് എടുക്കില്ല. ഇനിയിപ്പോൾ അവർ കല്യാണം കൂടിയാലും ശരി ഇല്ലേനും ശരി, നമ്മൾ വാക്കുറപ്പിച്ച പോലെ തന്നെ കല്യാണം നടക്കും. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ആരെങ്കിലും അവരുടെ വായി തോന്നി വിളിച്ചു പറഞ്ഞതിന് ഈ ബന്ധത്തിൽ നിന്ന് ഞങ്ങൾ ആരും തന്നെ പിന്മാറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വേണി നല്ല കുട്ടിയാണ്. ഹർഷനെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനൊക്കെ അവൾക്ക് കഴിയും. അതുമാത്രം മതി. വേറെ ഇന്ന് ആലോചിച്ച് നീ ടെൻഷനാവേണ്ട. രാധികയുടെ ഉറച്ച വാക്കുകൾ മാത്രം മതിയായിരുന്നു സന്ധ്യയുടെ ഉള്ളിലെ ഭയം ഇല്ലാതാക്കാൻ. അവർ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. തെളിഞ്ഞ മുഖത്തോടെ ഹർഷനും പിന്നാലെ വേണിയും വന്നപ്പോൾ രണ്ടമ്മമാരും പുഞ്ചിരിയോടെ അവരെ നോക്കി. സങ്കടമൊക്കെ മാറി എൻ്റെ കുട്ടിയുടെ? വേണി അരികിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് രാധിക ചോദിച്ചു. എൻ്റെ വേണി, ആരേലും എന്തേലും പറഞ്ഞതിന് കരയാണോ വേണ്ടത്? തിരിച്ച് ചുട്ട മറുപടി കൊടുക്കല്ലേ വേണ്ടത്? ഒന്നുമില്ലെങ്കിൽ നാളെ എൻ്റെ മരുമകളായി വരേണ്ടതല്ലേ? ഇനി ഇതുപോലെ ഉണ്ടാവട്ടെ, അപ്പം പറയാൻ ഞാൻ ബാക്കി. ഈ ചെക്കൻ നിനക്കുള്ളത് തന്നെയാ. അവൻ്റെ അമ്മയായ ഞാൻ ഇപ്പം തന്നെ നിന്നെ മുഴുവനായിട്ട് ഏൽപ്പിക്കുക. ഇനി ആരായാലും ശരി, എന്ത് പറഞ്ഞാലും നിനക്ക് ധൈര്യമായിട്ട് മറുപടി കൊടുക്കാം. അതിന് കല്യാണം കഴിയേണ്ട ആവശ്യം പോലും ഇല്ല. അവനിൽ നിനക്ക് തന്നെയാണ് മറ്റാരെക്കാളും അവകാശം. കേട്ടല്ലോ? രാധിക അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നയാൾക്ക് വേണി അവരെ സ്നേഹത്തോടെ ചുറ്റിപ്പിടിച്ചു. ഹർഷനും സന്ധ്യയും ചെറുചിരിയോടെ അവരെ നോക്കിയിരുന്നു. സന്ധ്യയുടെ മനസ്സ് പൂർണ്ണമായി നിറഞ്ഞിരുന്നു. എന്റെ ഏട്ടന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാ? നീ ആരാത്? ഗോപൻ പൊട്ടിത്തെറിച്ചു. വീട്ടിലെത്താൻ കാത്തിക്കായിരുന്നു അയാൾ. തന്റെ അടക്കി പിടിച്ച ദേഷ്യമെല്ലാം പുറത്തെടുത്ത് ഗോപൻ. നിഷ ഒരു നിമിഷം സ്തബ്ധയായെങ്കിലും അടുത്ത നിമിഷം തന്നെ തിരിച്ചു പറയാൻ തുടങ്ങി. ഓ, നിങ്ങളുടെ ഏട്ടന്റെ മക്കള്, അപ്പൊ ഞാൻ പുറത്ത്, നിങ്ങളെല്ലാം കുടുംബക്കാര് ആയിക്കോട്ടെ. ഞാനിനി വരുന്നില്ല നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നിനും. ആര് വേണമെങ്കിലും കെട്ടുകയോ കെട്ടാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്കൊരു നഷ്ടമില്ല. പക്ഷേ ഇനി ഈ കുടുംബക്കാരും എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. അത്രേ ഉള്ളൂ. അവരിതുപോലെ ബന്ധവും പറഞ്ഞ് ചെറ്റത്തരം ചെയ്യില്ലടി, അത് നീ മാത്രമേ ചെയ്യൂ. ചീറിയടുത്ത നിഷയുടെ വർത്തമാനം കേൾക്കെ ഗോപൻ ദേഷ്യത്തിൽ തന്നെ തിരിച്ചടിച്ചു. അതെ, ഞാൻ ചെയ്ത ചെറ്റത്തരം തന്നെയാ. ഇനിയിപ്പോ ചെറ്റത്തരായാലും ശരി അല്ലെങ്കിലും ശരി, എന്റെ മക്കളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ ഒറ്റ എണ്ണ കാര്യം പറയാൻ വന്നേക്കരുത്.
ആ തീർന്ന അവകാശമൊക്കെ. എന്നെ വില വെക്കാത്തവരെ ഞാനും വില വെക്കില്ല. നിഷ തോളിൽ നിന്ന് ഊർന്ന സാരി തലപ്പ് തോളിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് പറഞ്ഞു. പിന്നെ മുറിക്കകത്തേക്ക് പോയി. 2 ചാൽ നടന്ന് വീണ്ടും പുറത്തേക്ക് തന്നെ വന്നു. ഇനി ആ 2ാം കെട്ടിയാണെന്ന് നിഷയെ പ്രതീക്ഷിക്കണ്ട. ആട്ടിവിട്ടടുത്തേക്ക് ഇനി കയറില്ല നിഷ. അത് അവളെ കെട്ടിയെടുക്കുന്ന കാണാൻ. ഓ നീ വരണ്ടടി, അത് തന്നെയാ നല്ലത്. ദുർമനസ്സോടെ നീ ചെല്ലുന്നതിലും നല്ലത് നീ പോകാതിരിക്കുന്ന തന്നെയാ. അല്ലേ അവള് ചെന്നില്ലേ കെട്ട് നടക്കില്ലല്ലോ. ഗോപന് ഇനിയും വഴക്ക് മുന്നോട്ടുണ്ടാകാൻ താല്പര്യമില്ലാതെ ഉമ്മറത്തേക്ക് തന്നെ നടക്കുന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞു. അയാൾക്ക് മനസ്സിൽ കടുത്ത ദേഷ്യവും വിമിഷ്ടവും ഉണ്ടായിരുന്നു. പക്ഷെ പൊതുവെ ശാന്തനും ശുദ്ധനുമായിരുന്ന അയാൾക്ക് വഴക്കുണ്ടാകാനോ ദേഷ്യപ്പെടാനോ താല്പര്യവുമില്ല. അതൊട്ട് അറിയുകയുമില്ല. എന്റെ മനസ്സ് പറയുന്നത് നമ്മുടെ ഭാഗ്യാണ് ഹർഷനെന്ന. എന്റെ മോളുടെ സങ്കടവും കണ്ണീരിനൊക്കെ ദയവായിട്ട് കൊണ്ടുവന്ന ആ കുടുംബത്തെ. അന്നേ ദിവസം നടന്നൊക്കെയും പറഞ്ഞു കഴിഞ്ഞ് സന്ധ്യ ഉള്ളിൽ തോന്നിയത് പറഞ്ഞു. ഷാജി മറുത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ അയാളുടെ ഹൃദയവും നിറഞ്ഞിരുന്നു. തന്റെ മകൾ സുരക്ഷിതമായ കൈകളിലേക്ക് തന്നെയാണ് എത്തുന്നതെന്ന ചിന്ത അയാളുടെ ഉള്ളവും തണുപ്പിച്ചു. തലേന്ന് വൈകുന്നേരം കൊണ്ട് ചെറിയൊരു മഴച്ചാറ്റൽ. തലവേദനയായിരുന്നു തുടക്കം. രാവിലെ ആയപ്പോഴേക്കും നല്ല വിറയലോടുകൂടിയ പനിയായി മാറിയിരുന്നു. വേണി മേലാകെ പുതിച്ച കമ്പിളിയോടെ തന്നെ ലിവിംഗ് റൂമിലെ സോഫയിലേക്ക് ഇരുന്നു. മുന്നിലെ ടീപ്പോയിൽ അപ്പോഴേക്കും സന്ധ്യ പൊടിയരിക്കഞ്ഞിയും ചൊടിയുള്ള കാന്താരി മുളക് ചേർത്തരച്ച തേങ്ങാ ചമ്മന്തിയും കൊണ്ടുവച്ചു. എന്റെ വേണി, ആ പുതപ്പങ്ങ് മാറ്റിവെച്ച് ഈ കഞ്ഞി മുഴുവൻ കുടിച്ചാൽ മരുന്നും കൂടെ കഴിച്ചാൽ പനി മാറും. ഇതിങ്ങനെ മൂടിപ്പോച്ചിരുന്നാൽ ആ പനി കൂടുക. സന്ധ്യ അവളുടെ അടുത്തേക്ക് ഇരുന്ന് നെറ്റിയിൽ കൈപ്പത്തി വെച്ച് ചൂട് നോക്കി. മൂടിയിരിക്കുന്ന പുതപ്പ് നിർബന്ധത്തോടെ തന്നെ വാങ്ങിവെച്ചു. പിന്നെ അടുത്തേക്ക് ഇരുന്ന് ചെറിയ സ്പൂണിൽ കഞ്ഞിയും ചമ്മന്തിയും കഴിപ്പിക്കാൻ തുടങ്ങി. വേണി അനുസരണയോടെ കഴിക്കുകയും ചെയ്തു. വായെല്ലാം കഴിക്കുന്നുണ്ട്. എങ്കിലും നല്ല വിശപ്പും തോന്നുന്നുണ്ട്. തലവേദനയായതുകൊണ്ട് രാത്രിയൊന്നും കഴിച്ചിരുന്നില്ല. രാവിലെ തന്നെ സന്ധ്യയും വേണിയും കൂടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടതാണ്. അത് കഴിഞ്ഞ് വന്നാണ് ഇപ്പോൾ കഴിക്കാനിരുന്നു. പോകുന്നതിന് മുമ്പ് തന്നെ സന്ധ്യ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിരുന്നു. വന്ന ശേഷം കഞ്ഞി ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ. ചൂട് കഞ്ഞി കുറച്ച് കഴിച്ചപ്പോൾ തന്നെ വേണിക്കൊരു ആശ്വാസം തോന്നി. പകുതിയും കഞ്ഞി കുടിച്ചപ്പോൾ വേണി മതിയാക്കി. സന്ധ്യ പിന്നെ നിർബന്ധിക്കാൻ നിൽക്കാതെ വേഗം മരുന്നെടുത്ത് കുടിച്ചു. അന്നേരമാണ് കോളിംഗ് ബെല്ലടിച്ച്. ഡോറ് തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വന്നത് ആരാണെന്ന സംശയത്തോടെയാണ് സന്ധ്യ ഉമ്മറത്തേക്ക് ഇറങ്ങിയത്. പോസ്റ്റ്മാനാണ്. ടീച്ചറെ, മോൾക്കുള്ളതാണേ, അയാളൊരു പുൻചിരിയോടെ പറഞ്ഞു. അമ്മയ്ക്ക് പിറകെ വന്ന വേണി മുന്നിലേക്ക് നിന്ന് ലെറ്റർ കൈപ്പറ്റി. വലിയ ആകാംക്ഷയോടെ അമ്മയെ നോക്കിക്കൊണ്ട് തിടുക്കത്തിൽ അത് പൊട്ടിച്ച് വേണി. അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. വേണി തിളങ്ങിയ കണ്ണുകളോട് അമ്മയെ നോക്കി. അവളുടെ കണ്ണുകളിലെ തിളക്കം കാണാൻ തന്നെ സന്ധ്യക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അപ്പോയിന്റ്മെന്റ് ഓർഡറാണമ്മേ, വേണി ആവേശത്തോടെ ഉറക്കെ പറഞ്ഞു. സന്ധ്യ സന്തോഷം കൊണ്ട് വേണിയെ വാരി പുണർന്നു. എന്റെ മോളെ. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മേ. വേണിക്കും കരച്ചിൽ വന്നൊരു നിമിഷം. വേഗം അച്ഛനെ വിളിച്ച് പറയാം, എല്ലാവരെയും അറിയിക്കണ്ടേ. സന്ധ്യ തന്നെ ഓർമ്മ വന്ന പോലെ അവളിൽ നടന്നു മാറി കണ്ണുകൾ തുടച്ച് വേണിയും തലോടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ അവളുടെ കയ്യിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിച്ച് നോക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഓർഡർ കൈപ്പറ്റാനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. പനിയും ക്ഷീണവുമെല്ലാം പമ്പ കിടന്ന പോലെ വേണി അപ്പോഴേക്കും റൂമിലേക്ക് ഓടി. ഫോൺ എടുത്ത് ആദ്യം ഷാജിയെ തന്നെ വിളിച്ചു. പിന്നെ വലിയ ഉത്സാഹത്തോടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്ന കാര്യം പറയുകയും ചെയ്തു. ഷാജിക്ക് വലിയ സന്തോഷമായി കേട്ടപ്പോൾ. ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഉമ്മറത്തേക്ക് വന്നപ്പോൾ സന്ധ്യയുടെ കൂടെ രാധികയും ഉണ്ട്. കയ്യിൽ എന്തൊക്കെയോ പാത്രങ്ങളുമായാണ് ആള് വന്നിരിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കണ്ട സന്തോഷത്തിലാണ് ആളും. എന്റെ കുട്ടി ജോലിക്കാരി ആയില്ല. എന്റെ 2 മക്കൾക്കും അങ്ങനെ ജോലിയായി. വേണിയെ കണ്ടത് രാധിക കയ്യിലെ പാത്രങ്ങൾ ഉമ്മറപ്പടിയിലേക്ക് വെച്ച് അവളെ ചേർത്ത് പിടിച്ചു. പിന്നെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തു. വേണി ഫോൺ അമ്മയ്ക്ക് കൈമാറിക്കൊണ്ട് രാധികയെ ചുറ്റിപ്പിടിച്ചു. സന്ധ്യ അവരുടെ സ്നേഹ സന്തോഷങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഫോണിൽ സംസാരിച്ചു. എവിടെയാണ്, എന്നാണ് ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയും അവർ ഷാജിയുമായി പങ്കുവച്ചു. അപ്പുറത്ത് ഷാജി ഫോൺ കട്ട് ചെയ്ത പുറകെ തന്നെ മുഖത്തെ സന്തോഷം മറച്ചു വെക്കാതെ തന്നെ ക്യാഷ്യർ കൗണ്ടറിൽ നിന്ന് എണീറ്റു. പിന്നെ തൊട്ടടുത്ത ബേക്കറിയിൽ നിന്ന് കുറച്ചധികം സ്വീറ്റ്സ് വാങ്ങിച്ചു. ഹോട്ടലിലെ ജോലിക്കാർക്കും അറിയാവുന്ന പരിചയക്കാരോടുമെല്ലാം മകൾക്ക് ജോലി കിട്ടിയ കാര്യം പറയുകയും വാങ്ങിച്ച സ്വീറ്റ്സിൽ ഒരു പങ്ക് അവർക്ക് കൊടുത്ത് ബാക്കിയുമായി അപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. വീട്ടിലൊരു പാക്കറ്റ് സേമിയ ഇരിപ്പുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, അത് പോയി എടുത്തുകൊണ്ട് വരാം. എന്തായാലും ഒരു ചെറിയ മധുരം ഉണ്ടാക്കാതെയും കഴിക്കാതെയും പറ്റില്ലല്ലോ. രാധിക കൊണ്ടുവന്ന പാത്രങ്ങൾ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ഉച്ചത്തേക്ക് ഇനിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ചോറും കറികളും കൊണ്ടുവന്ന. അപ്പോഴേക്കും നീ ഇവിടെ എല്ലാം നേരത്തെ ഉണ്ടാക്കിയല്ലോ. പാത്രങ്ങൾ മേശപ്പുറത്തേക്ക് വെക്കുന്നതിനിടയിൽ സന്ധ്യയെ നോക്കി കപടദേഷ്യത്തോടെ പറഞ്ഞ രാധിക. ഞാൻ രാവിലെ എന്നത്തെയും പോലെ ഉണ്ടാക്കിയതാന്നേ. ഇന്ന് അങ്കണവാടിയിൽ പോകണമെന്ന് കരുതിയതാ. അപ്പോഴല്ലേ ഈ കുട്ടിക്ക് പനി കൂടിയത് കണ്ടത്. പിന്നെ ലീവ് എടുക്കില്ലാതെ എന്ത് ചെയ്യാനാ? രാധികയുടെ പരിഭവവും കപടദേഷ്യവും കാണാൻ സന്ധ്യ മറുപടി കൊടുത്തു. അതേതായാലും നന്നായി. ഇപ്പോൾ ഞാൻ പോയി പായസത്തിലൂടെ എടുത്തുകൊണ്ട് വരാം. രാധിക ധൃതിയോട് അതും പറഞ്ഞ് നടന്നു. ആന്റി, ഞാൻ ഹർഷൻ ചേട്ടനെ ശ്യാമിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടേ.
രാധിക ഉമ്മറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമലിനെ വിളിച്ചു കഴിഞ്ഞ് അഞ്ജനയെ വിളിച്ചു തുടങ്ങിയവയെ വേണി പറഞ്ഞു. രാധിക തലയാട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ഓടി. വേഗത്തിൽ സേമിയയും മറ്റും എടുത്തുകൊണ്ട് തിടുക്കത്തിൽ തിരിച്ചിറങ്ങുകയും ചെയ്തു. രാധിക എത്തിയപ്പോഴേക്കും ഫോൺ വിളികളെല്ലാം കഴിഞ്ഞിരുന്നു വേണിയുടെ. സന്ധ്യയും രാധികയും പായസം ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് കയറിയപ്പോൾ വേണിയും കൂടെ ചെന്നു. കഴിച്ചത് മരുന്നിന്റെ ആണോ അതോ അത്രയും സന്തോഷമുള്ളതുകൊണ്ടാണോ എന്തോ പനിയുടെ ക്ഷീണമോ ലക്ഷണമോ ഒന്നും വേണിക്കില്ലായിരുന്നു. പായസം ഉണ്ടാക്കുന്നിടയിൽ തന്നെ സന്ധ്യ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിൽ വേണിക്ക് ജോലി കിട്ടിയത് കണ്ടും കേട്ടും അറിഞ്ഞു. ബന്ധുക്കൾ ഓരോരുത്തരായി വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും വർത്തമാനങ്ങളും ചിരിയും നിറഞ്ഞു അടുക്കളയിൽ. പായസമായി കഴിഞ്ഞപ്പോഴേക്കും ഷാജി എത്തിയിരുന്നു. അയാൾ വന്നതേ വേണിയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് കയ്യിലെ കൂടുകൾ കൊടുത്തു അവൾക്ക്. കുറേയേറെ ബോക്സുകളിലായി പലതരം സ്വീറ്റ്സും കൂടെ വേണിക്കായി പുതിയൊരു ഫോൺ കൂടി കൊണ്ടുവന്നിരുന്ന അയാൾ. ഫോൺ കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖം കൂടുതൽ തിളങ്ങി. ഇപ്പോൾ അവൾ ഉപയോഗിക്കുന്ന ഫോൺ മുമ്പ് ഹരീഷുമായുള്ള വിവാഹത്തിന് മുമ്പ് വാങ്ങിയതാണ്. അതിപ്പോൾ ഏകദേശം കേടായിട്ടുമുണ്ട്. അഡ്വൈസ് മെമ്മോ വന്നപ്പോൾ തന്നെ അയാൾ കരുതിയതാണ് പുതിയൊരു ഫോൺ വാങ്ങിക്കണമെന്ന്. അന്ന് കുറച്ചേറെ ചെലവുകൾ വന്നുകൊണ്ട് സാധിച്ചില്ല. ഫോൺ കണ്ടതേ വേണിക്ക് സന്തോഷത്തിന്മേൽ സന്തോഷമായി. അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. ആഹാ, ഇവിടെ വൻ സന്തോഷപ്രകടനാണല്ലോ. ജോലിക്കാരിയായപ്പോഴേക്കും നിന്റെ പനിയൊക്കെ മാറിയ വേണിയെ? ശ്യാമു അമ്മ അകത്തേക്ക് ആയിക്കൊണ്ട് ചോദിച്ചു. അവരുടെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കി. എടിച്ചേച്ചി, നിനക്ക് ശരിക്കും ജോലി കിട്ടിയോ? അമൽ ഒച്ച വെച്ചുകൊണ്ട് മുന്നിലേക്ക് കുതിച്ചു വന്ന് അവൾ ആഞ്ഞു പുണർന്നു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വേണിക്ക് ജോലിയായിരിക്കുന്നത്. അതും അമലിന്റെ കോളേജിലെ ജൂനിയർ ക്ലർക്കായി. അതിന്റെ സന്തോഷമുണ്ട് എല്ലാവർക്കും. അമൽ അവന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചറിയിക്കുന്നുണ്ട് കാര്യം. ഹർഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായി ഡിസ്ട്രിക്ട് കോർട്ടിലായതുകൊണ്ട് അവൻ വൈകുന്നേരമാണ് എത്തിയത്. വേണിക്ക് വേണ്ടി ഒരു സാരിയും വാങ്ങിയിരുന്നവൻ. അവനെത്തുമ്പോൾ എല്ലാവരും ഉമ്മർത്തിരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ആകെ സന്തോഷത്തിലാണ് എല്ലാവരും. ഹർഷനെ കൂടി കണ്ടപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. സന്ധ്യ അപ്പോൾ തന്നെ അടുക്കളയിൽ ചെന്ന് ഒരു കപ്പിൽ പായസം എടുത്ത് കൊണ്ടുവന്നു. വേണിയുടെ തൊട്ടരികിലായിരിക്കുന്നവന് കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും എല്ലാവരും വേണിക്ക് വാങ്ങിക്കൊണ്ടുവന്ന സാരി നോക്കി തുടങ്ങിയിരുന്നു. ബേബി പിങ്കിൽ വെളുത്ത നിറത്തിൽ ചെറിയ പൂക്കൾ വന്നിട്ടുള്ള കോട്ടൺ സാരി വേണിക്ക് വലിയ ഇഷ്ടമായത്. ഉള്ളു നിറയുന്ന ഒരു സന്തോഷവും. ജോലിയായിട്ട് കല്യാണം എന്നായിരുന്നല്ലോ പറഞ്ഞ്, ഇനിയിപ്പോൾ വൈകിക്കണം. അടുത്ത 1-ാം തീയതി വേണി ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ വാവയും ട്രെയിനിങ്ങിന് പോകും. അവൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന കാത്തിരുന്നാലേ ഇനിയും കാത്തിരിക്കേണ്ടി തന്നെ വരും. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഇവരുടെ കല്യാണം നടത്തുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട്. എന്താ ഇക്കാര്യത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? വേണിക്ക് മുമ്പേ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയിരിക്കുന്ന സത്യത്തിൽ ശ്യാമാണ്. ഹർഷൻ തന്നെ എപ്പോഴോ പറഞ്ഞതിൽ പിന്നെയാണ് അവൻ SI ടെസ്റ്റിന് കാര്യമായി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. കൂടെ ഫിറ്റ്നസ്സും ശ്രദ്ധിച്ചു തുടങ്ങി. എന്തായാലും ഇതിൽ കാര്യമുണ്ടായി. അത്യാവശ്യം നല്ല റാങ്കോടെ തന്നെ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ആ ലിസ്റ്റ് വിളിച്ച് തുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രാധിക ഹർഷന്റെ വിവാഹത്തിന് പെട്ടെന്ന് തിടുക്കം കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇവർ കല്യാണം കഴിക്കുന്നവരുടെ സമ്മതമല്ലേ ആദ്യം അറിയണ്ടേ? അവർ പറയട്ടെ അഭിപ്രായം. ഷാജി ചെറിയൊരു ചിരിയോടെ ഹർഷനെയും വേണിയെയും നോക്കി. ഹർഷൻ തൊട്ടടുത്തിരിക്കുന്നവളെ നോക്കി. നാണമോ സന്തോഷമോ മാത്രമേ ആ മുഖത്തുള്ളൂ. നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്നവളുടെ മുഖത്ത് നിന്ന് തന്നെ ആ സമ്മതം അറിയാം. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ തീരുമാനിക്കുന്ന പോലെ വേണിയുടെ ഇഷ്ടം കൂടി പരിഗണിച്ചു മതി. അവനൊരു ചെറു ചിരിയോടെ പറഞ്ഞു. എനിക്കൊക്കെയാണ്. ഹർഷൻ പറഞ്ഞ പുറകെ തന്നെ വേണിയും പറഞ്ഞു. അത് കേട്ടവൻ ശ്യാമ അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് തലയാട്ടി. അമ്മയും ഹർഷനെയും പേടിച്ച് മാത്രമാണ് അവൻ അപ്പോഴൊരു കമ്മന്റ് അടിക്കാൻ മുതിരാതിരുന്നത്. പിന്നെ വേണി അവന്റെ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല. അവരൊക്കെയാണെങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം, സന്ധ്യയും പറഞ്ഞു. അതോടെ അവിടെ കല്യാണമായി ചർച്ച. കുറച്ചേരം അവരോടൊപ്പം അതിലിരുന്നെങ്കിലും ഹർഷൻ വേണിയെ പതിയെ കൈത്തണ്ടേൽപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. കൂടെ വരാനുള്ളവന്റെ നോട്ടം കണ്ടപ്പോൾ വേണിയും പതിയെ എണീറ്റു. ശ്യാമിന്റെയും അമലിന്റെയും നോട്ടവും കളിയാക്കിയുള്ള ചിരിയും വകവെക്കാതെ അവൾ ചുണ്ടുകൂർപ്പിച്ച് അവരെ നോക്കിയെന്ന് പേടിപ്പിക്കുകകൂടെ ചെയ്ത ശേഷം മെല്ലെ മുറ്റത്ത് പുറകിലെ തൊടിയിലേക്ക് ഇറങ്ങാൻ തന്നെ കൂടെ കാത്തിരിക്കുന്നവനടുത്തേക്ക് ഓടിയിറങ്ങി ചെന്നു. ഹർഷൻ ഇടം കൈയിൽ തന്റെ 2 കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ചാണ് വേണി മുന്നോട്ട് നടന്നത്. ഹർഷനാവട്ടെ അത് ആസ്വദിച്ചുകൊണ്ട് മെല്ലെ നടന്നു. താനും ഓക്കെ ആണല്ലോ അല്ലേ കല്യാണത്തിന്? പെട്ടെന്നായി പോയെന്നുണ്ടോ? മുന്നോട്ട് നടക്കുന്നില്ല അവൻ ചോദിച്ചു. കുറച്ച് വൈകിപ്പോയെന്നേ ഉള്ളൂ. എനിക്ക് ഇപ്പൊ കല്യാണം കഴിക്കാനായാലും സമ്മതം. എത്രയും കാത്തിരിക്കുന്നു. സത്യം പറയാലോ, ഇത്ര പെട്ടെന്ന് ജോലിയായിട്ടാണ് എന്റെ മോട്ടിവേഷൻ പോലും. കല്യാണം കഴിക്കാനെന്ന് ആലോചിച്ച വേണി പറയുന്ന കേട്ടപ്പോൾ എത്ര ശ്രമിച്ചിട്ട് അടക്കാൻ കഴിയാതെ ചിരിച്ചുപോയി ഹർഷൻ. ചിരിച്ചോ എന്റെ പിടി ഹർഷൻ ചേട്ടൻ ഇനിയും ടൈം വേണമെന്ന് പറയുന്നായിരുന്നു. ഹർഷൻ തൊടിയിലെ വരിക്കപ്ലാവിലേക്ക് ചായച്ചു നിർത്തി വേണിയെ ഒരു വിരൽ കൊണ്ട് പതിയെ നെറ്റിയിൽ നിന്നും ചെവിക്ക് പുറകിൽ നിന്നും അലസമായി മാറിക്കിടക്കുന്ന ചെറുകുറു നിരകൾ ഒതുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. കാത്തിരിക്കാൻ എനിക്കും വയ്യ. എന്നെ മാത്രമാക്കാൻ തോന്നുക. ഉള്ളിലെ സ്നേഹം മുഴുവൻ നൽകി സ്നേഹിക്കാൻ തോന്നുക. പക്ഷേ വേണമെങ്കിൽ ഇനി എത്ര വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കാൻ റെഡിയാണ്. കണ്ണിലും വാക്കുകളിലും നിറഞ്ഞൊളുമ്പുന്ന സ്നേഹം കാണെ വേണിയാവലിലേക്ക് പതുങ്ങി ചേർന്നു.
തിരികെ തന്റെ ഉള്ളിലെ സ്നേഹവും യാതൊരു മറയുമില്ലാതെ പ്രകടിപ്പിക്കാൻ കൊതിയായി വേണിക്ക്. ഷാജിയും സന്ധ്യയും തന്നെയാണ് ബന്ധുക്കളെല്ലാം വിളിച്ച് ഹർഷന്റെ വിവാഹാലോചനയെ പറ്റി പറഞ്ഞെല്ലാം. കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ താല്പര്യവും സന്തോഷവും തോന്നി. ബന്ധം പിരിഞ്ഞിട്ട് ഇത്രയായിട്ടും വേണി മറ്റൊരു വിവാഹം ചെയ്യാത്തത് ബന്ധുക്കൾക്കിടയിൽ സംസാര വിഷയം തന്നെയായിരുന്നു. ഇതിനിടയിൽ പലപ്പോഴായി പലരും ഓരോ ആലോചനകൾക്കായി ചെന്നതുമാണ്. ഷാജിയോ സന്ധ്യയോ ഒട്ടും താല്പര്യം പ്രകടിപ്പിക്കാതെയായപ്പോൾ വേണീനെ ഒരു കല്യാണം കഴിക്കുന്നുണ്ടാവില്ലെന്ന് ഊഹിച്ചെടുത്തവരുമുണ്ട്. എല്ലാവർക്കും അപ്രതീക്ഷിതമായൊരു വാർത്ത തന്നെയായിരുന്നു വേണിയുടെ വിവാഹകാര്യം. പക്ഷെ അതിനേക്കാൾ ഉപരി വലിയ സന്തോഷവും നൽകി. വേണിക്ക് ശേഷം കല്യാണം കഴിഞ്ഞ പലരും സന്തോഷത്തോടെ കുട്ടികളൊക്കെയായി ജീവിക്കുമ്പോൾ വേണി മാത്രം അവൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നവർക്കുള്ളൊരു വിങ്ങിലായിരുന്നെന്നും സത്യമാണ്. തൊട്ടടുത്ത ഞായറാഴ്ച തന്നെ എല്ലാവരും ഷാജിയുടെ വീട്ടിലേക്ക് എത്തി. വിവാഹകാര്യങ്ങൾ തീരുമാനിക്കാനും രാധികയെ ഹർഷനെ ഒന്ന് കണ്ട് സംസാരിക്കാനുമായി. കുടുംബത്തിലേക്കൊരു പോലീസുകാരൻ വരാന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അതിന്റെ വലിപ്പം അറിയാൻ പോണേ ഉള്ളൂ. നന്ദൻ തനിക്ക് സമൂഹത്തിൽ കിട്ടാൻ പോകുന്ന സ്ഥാനമാനങ്ങൾ ഓർത്തുകൊണ്ട് പെങ്ങളെ അളിയനെയും നോക്കി. അളിയാ, എപ്പോ കല്യാണം എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. ബാക്കിയൊക്കെ ദേ മുന്നിൽ നിന്ന് ഞാൻ നടത്തും. എന്റെ കുട്ടി ഇത്രയും അനുഭവിച്ചൊക്കെ മതി. അവനാ എംബോക്കിയുണ്ടല്ലോ, അവൻ കെട്ടുകഴിഞ്ഞൊരു കൊച്ചായി സന്തോഷത്തോടെ ജീവിക്കുക. അവന്റെ മുന്നിൽ അന്തസ്സോടെ നടത്തി കാണിക്കണം എന്റെ മോളുടെ കല്യാണവും അത് കഴിഞ്ഞുള്ള ജീവിതവും. രാധികയുടെ മൂത്ത സഹോദരനാണ് വികാരാധീനനായി പറഞ്ഞത്. അത് കേൾക്കെ ഒരു നിമിഷം എല്ലാവരുടെ മുഖം ഒന്ന് വാടുകയും ഹരീഷിനോട് കടുത്ത് ദേഷ്യം തോന്നുകയും ചെയ്തു. കഴിഞ്ഞൊക്കെ മതി പറഞ്ഞ് ആ എംബോക്കിയെ പറ്റി പറഞ്ഞ് നമ്മുടെ സമയം കളയണ്ട, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഷാജിയുടെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അത് വിട്ട് കാര്യ ചർച്ചയിലേക്ക് കടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.